പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ഫാമിലി, എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ആമേൻ ഞങ്ങളുടെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രൈസ് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് സമൃദ്ധമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം ആമേൻ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് ആമേൻ നിങ്ങളുടെ തലമുറകളിലൂടെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിലൂടെ, നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിലെ നന്മകളിലൂടെ കർത്താവ് നിങ്ങളെ ഒത്തിരി മാനിച്ച് സമൃദ്ധിയായി ഉയർത്തി ആമേൻ ഏറ്റവും ശ്രേഷ്ഠമായത് പ്രാപിച്ച് ഏറ്റവും ഉയർച്ചയിലുള്ളത് പ്രാപിച്ച് ആമേൻ ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ നിറവേറി സന്തോഷവും അനുഗ്രഹവും സമാധാനവും പ്രത്യാശയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ഉയർച്ചകളും പ്രാപിച്ച് ആമേൻ സ്വർഗം നിങ്ങളെ ആമേൻ ഒത്തിരി ആമേൻ സമൃദ്ധിയായി അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കട്ടെ. ആയുസ്സുകളെ തന്ന്, ആരോഗ്യത്തെ തന്ന്, ആമേൻ ഉയർച്ചകളെ തന്ന്, സമൃദ്ധി തന്ന് ദൈവം അങ്ങ് മാനിച്ച് കരുതി നടത്തുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ ബ്ലെസ്സിങ്ങും പ്രേക്ഷ ഫാമിലി എല്ലാ ബ്ലെസ്സിങ്ങും ഞങ്ങൾ അർപ്പിക്കുന്നു. തുടർന്നും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഈ ശനിയാഴ്ച രാത്രിയിലും എല്ലാവർക്കും അറിയാം, തകർന്നും വേദനപ്പെട്ട് കുഞ്ഞുകുട്ടികൾ മുതൽ അപാലവൃദ്ധം വരെ അനുഭവിക്കുന്ന രോഗങ്ങൾ മാറുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ശനിയാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയായിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരയുന്ന കരച്ചിലിന്റെ ശബ്ദം സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി കേട്ട് ആമേൻ ആകാശം ചായ്ച്ചിറങ്ങി നിലവിളിക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ ആമേൻ നിലവിളിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിനകത്തും ആമേൻ കരയുവാൻ നിനക്ക് രണ്ട് കണ്ണുണ്ടെങ്കിൽ, നിറഞ്ഞൊഴുക്കുവാൻ നിന്റെ കണ്ണിൽ കണ്ണുനീരുണ്ടെങ്കിൽ സ്വർഗം പറയുന്നു നിന്റെ അവസ്ഥയ്ക്ക് അവൻ വ്യത്യാസം വരുത്തും. ആമേൻ നീ കരയുന്ന നിന്റെ രോഗത്തിന്റെ നടുവിലേക്ക് സ്വർഗം ഇറങ്ങി വരും. ഇന്ന് രാത്രി കരയുന്ന ആരെയൊക്കെയോ കർത്താവ് സന്ദർശിക്കുവാൻ പോകുക, കർത്താവ് തൊടുവാൻ പോകുക. ആമേൻ നിങ്ങൾ എവിടെ ആയിരിക്കട്ടെ, യാത്ര ചെയ്യട്ടെ, ബെഡിലായിരിക്കട്ടെ, ഹോസ്പിറ്റലാകട്ടെ, ഏത് സ്ഥാനത്തായിട്ടിരിക്കട്ടെ, രാജ്യത്തിന്റെ ഏത് കോണുകളിലായിരുന്നാലും, എവിടെ ഇരുന്ന് നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കരഞ്ഞാലും പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ പുറമേ കാണുന്ന ദൈവമല്ല, നിങ്ങളുടെ ഹൃദയത്തെ കണ്ട് ആമേൻ നിങ്ങൾക്ക് വേണ്ടി സൗഖ്യത്തിന്റെ കരം, വിടുതലിന്റെ കരം, ആശ്വാസത്തിന്റെ കരം, സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകി, രോഗസൗഖ്യം ആവശ്യമുള്ളവർക്ക് രോഗസൗഖ്യം നൽകി, സന്തോഷമില്ലാത്തവർക്ക് സന്തോഷം നൽകി, സമാധാനവും പ്രത്യാശയും ജീവിതത്തിന്റെ മുൻപിലോട്ടുള്ള വഴികളിനകത്ത് പകച്ചു നിൽക്കുന്ന സകലരെയും കർത്താവ് സൗഖ്യമാക്കി വിടുവിച്ച് ആരോഗ്യത്തോടെ, അത്ഭുതത്തോടെ, വിടുതലോടെ, സൗഖ്യത്തോടെ വലിയ സാക്ഷ്യമായി കർത്താവ് പുറത്തു കൊണ്ടുവന്ന് മാനിക്കട്ടെ. പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. കർത്താവ് ഇന്ന് ഞാൻ നിറയപ്പെടണം. ആമേൻ അങ്ങയുടെ ആത്മാവ് എൻ്റെ മേൽ വന്ന് സകല നുകത്തെയും ഇന്ന് രാത്രി പൊട്ടിക്കണം. ആമേൻ ആമേൻ ദൈവത്തിന്റെ ശക്തി ചില ജീവിതങ്ങളുടെ ശരീരത്തിനകത്തേക്ക് ഇറങ്ങുവാൻ പോകുക. എത്ര പേർ അത് ആഗ്രഹിച്ചായിരിക്കുന്നു. കർത്താവെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എൻ്റെ ശരീരത്തിന്മേൽ വന്നിറങ്ങി ആമേൻ ആമേൻ കറ്റകൾ ആമേൻ ആമേൻ ചണ്ടി കൂമ്പാരങ്ങൾ കത്തിമാറുന്നത് പോലെ ജൂഡബല ഹതനഘടകശി അർത്ഥപ്രൗഢവന ധീബലഘടകശി തീ വീണ് ആമേൻ ആമേൻ ചിലതൊക്കെ കത്തിമാറുവാൻ പോകുക. നിന്റെ ശരീരത്തിനകത്ത് വ്യാപരിച്ചിരിക്കുന്ന ബന്ധിക്കപ്പെട്ട രോഗങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുവാൻ പോകുക. ശ്രദ്ധിക്കുമല്ലോ, കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രേക്ഷക ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര മരവിള താന്നുമൂടി ജംഗ്ഷനിൽ MS പ്ലസ് ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ട് നടക്കുന്നുണ്ട്. നിങ്ങൾ കടന്നു വരിക, അനേകരോട് അറിയിക്കുക. ദൈവം നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേക മറ്റൊരു അറിയിപ്പ് കൂടെ ഉണ്ട്. ഈ മാസം നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രദർ സ്പോൺസേർഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ 5 ദിവസങ്ങളിലാണ്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കൂടാതെ ആമേൻ ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രേക്ഷിത ഫാമിലിക്ക് ഒരു സഹോദരി പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി തന്നെ അസഹനീയമായിട്ടുള്ള വയറുവേദനയാൽ ഭാരപ്പെട്ടു. പല ടെസ്റ്റുകളും ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല. പക്ഷേ തനിക്ക് വീടിനകത്ത് വന്നു കയറുമ്പോൾ രോഗം, ഓഫീസിൽ കയറുമ്പോൾ രോഗം, മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോൾ രോഗമില്ല. അങ്ങനെ വളരെ വേദനയിലായിരുന്നു. പ്രാർത്ഥിക്കുകയും വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. ഇന്ന് ആ സഹോദരി കുറച്ച് നാളുകളായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി ആയിരിക്കുന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി. ഇന്ന് രാത്രിയിലും അരോഗം അനുഭവിക്കുന്നവർ വിശ്വാസത്തോടെ കരം വെച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. ജൂഡബന ഹംദൂനി ഹദേനെ റേഥേലഗസിയാംതന വൈഡാറഖാനഗസിയാംതൽ പ്രൗഢവരഗതനഘടക ശംതന റബൽ പ്രൗഢവനെ വൈഷ മനാസിയാംതേനെ രകൽക്കടക രഗതനഘടക ശംതന രകൽക്കടകസി. രോഗിയുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ചില ശരീരങ്ങൾക്കകത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുവാൻ പോകുക. തീയായി തീയായി ജൂഡബാബ ശംതന റഖാലഗസിയാംതേനെ വൈഡർ പ്രൗഢവന ദീപലഘടക ശംതാരകന അൽഗനബൗഡ ശംതാരകന ദീപൽ പ്രൗഢ ശംതേരകനെ വൈഡവരഗതനഘടകസി. യേശുവിന്റെ നാമത്തിൽ അത്ഭുത രോഗസൗഖ്യം ഇന്ന് രാത്രി
ചില ശരീരങ്ങൾക്കകത്തേക്ക് വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ ചില രോഗകിടക്കകൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് രാത്രി എഴുന്നേൽക്കുവാൻ കഴിയാത്തവർ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നടക്കുവാൻ കഴിയാത്തവർ ഇന്ന് രാത്രി നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. നടക്കുവാൻ കഴിയാത്തവർ ജൂഡാബാബ ഷെഖേനേറി കാലഘടക ശംതനാരകൽ ഘടകസി നടക്കുവാൻ കഴിയാത്തവർ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോട്ടെ. ചിലരൊക്കെ നടക്കുവാൻ പോകുക. ആമേൻ ആമേൻ. ഒത്തിരി വർഷം കൊണ്ട് പുറം ലോകം കാണുവാൻ കഴിയാതെ ബന്ധിക്കപ്പെട്ട് ഡിപ്രഷൻ അടിമപ്പെട്ട് ഭവനത്തിലായിരിക്കുന്നവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. ജൂഡാബാബ ശംതന ചില ചിന്തകളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുവാൻ പോകുന്നു. ഉറങ്ങുവാൻ പോലും കഴിയാതവണ്ണം ജൂഡാബന ഹദേനെ റേഥേല ഘടക ചില ഓട്ടിസങ്ങൾ ഇന്ന് രാത്രി സൗഖ്യമാകുവാൻ പോകുന്നു. തലവേദനകൾ ആമേൻ ആമേൻ. ബിപികൾ, ഷുഗറുകൾ, തൈറോയിഡുകൾ ആമേൻ, PCODകൾ, ഉദര സംബന്ധമായ ബ്ലീഡിങ്ങുകൾ യേശുവിൻ്റെ നാമത്തിൽ. സ്ട്രോക്ക് വന്നവർ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കുവാൻ പോകുക. റമാന ഷഖരെ സിയാംതാന ആക്സിഡന്റുകളിൽ അസ്ഥികൾ ഒടിഞ്ഞവർ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യം സംഭവിക്കട്ടെ. തലവേദനകൾ, നടുവേദനകൾ, വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലങ്ങൾ, അൾസറുകൾ യേശുവിൻ്റെ നാമത്തിൽ. പൈൽസുകൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ. ഹെർണിയ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹാർട്ട് ഡിസീസുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കണ്ണിന് കാഴ്ച, ചെവിക്ക് കേൾവി, നാവിൻ്റെ ബന്ധനങ്ങൾ അരിയട്ടെ. സോറിയാസിസുകൾ മാറിപ്പോകട്ടെ. ലിവർ സിറോസിസുകൾ മാറിപ്പോകട്ടെ. മഞ്ഞപ്പിത്തം മാറട്ടെ. ആമേൻ ആമേൻ. സ്കിൻ അലർജികൾ, ശ്വാസം മുട്ടലുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. ചൂടബാബ ഷഖാന സിയാം തേനെ വൈഡമന റബാലക സിയാം തന അധീബലകടെ. ഹോർമോൺ ചേഞ്ചസ് മാറിപ്പോകട്ടെ. ബ്ലഡ് കുറയുന്ന അവസ്ഥ മാറിപ്പോകട്ടെ. രോഗിയുടെ മേൽ രാത്രി സൗഖ്യം വ്യാപരിക്കും യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കുന്നു. സ്ക്രീൻ നമ്പറേക്ക് വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ്. നിങ്ങളുടെ പേരിസ്ഥലം പ്രാർത്ഥന ഷോ വാട്സ്ആപ്പിൽ മെസ്സേജ് ആയിട്ടിടുക. ലൈവ് ആശയം നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. രാവിലെ 11:30 മണി മുതൽ 1 മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കൂടാതെ എല്ലാ ഞായറാഴ്ചകളും സഭാരാധനയുണ്ട്. രാവിലെ 10 മണി മുതൽ 12 മണി വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമല പ്രേക്ഷക ഫാമിലി. ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂടി ജംഗ്ഷനിൽ MS പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട്. കടന്നു വരിക. അനേകരോട് അറിയിക്കുക. ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രേക്ഷക ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേക്ഷക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേക്ഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.